എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 31 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മഴ കാരണം തുടർച്ചയായ 2ാം ദിവസവും വയനാട് ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 31 വെള്ളിയാഴ്ച ദിവസം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമല്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം 9-ാം തീയതി മുതൽ ആരംഭിച്ച ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കും. നമുക്ക് ജൂലൈ മാസം നാളത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇതോടൊപ്പം പല കാര്യങ്ങളും അവസാനിക്കുന്നുണ്ട്. ഇതിനുശേഷം ഓഗസ്റ്റ് മാസം തുടങ്ങുമ്പോൾ വലിയ പ്രത്യേകതകളാണ് ഓഗസ്റ്റ് മാസത്തിലുള്ളത്. നിരവധി പ്രഖ്യാപനങ്ങൾ നാളെ ഉണ്ടാകും, വരും ദിവസങ്ങളിലും ഉണ്ടാകും. കേരളീയരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പൊതു അവധി ദിവസങ്ങളുള്ള ഒരു മാസമാണ് 2026 ഓഗസ്റ്റ് മാസം എന്നുള്ളത്. ഇതിൽ ശ്രീനാരായണ ഗുരു ജയന്തി, ഓണം അവധികൾ, ഓഗസ്റ്റ് 15 അവധികൾ, കർക്കിടവാവ് അവധികൾ, നബിദിനം അവധികൾ എല്ലാം വരുന്നുണ്ട്. ഓണമായതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും റേഷനായിട്ടും പെൻഷനായിട്ടും മറ്റ് സഹായങ്ങളായിട്ടും ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റേഷനാണ്. ഈ ജൂലൈ മാസത്തെ റേഷൻ നാളത്തോട് കൂടിയിട്ട് അവസാനിക്കും. 1-ാം തീയതി സംസ്ഥാനത്ത് റേഷൻ കട അവധിയായിരിക്കും, ശനിയാഴ്ച ദിവസം അവധിയായിരിക്കും. പിന്നെ ഞായറാഴ്ച 2-ാം തീയതി അവധിക്ക് ശേഷം 3-ാം തീയതി മുതലാണ് ഓഗസ്റ്റ് മാസത്തെ ഓണം മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. ഓഗസ്റ്റ് മാസത്തെ റേഷൻ നാളെ പ്രഖ്യാപിക്കുന്നതാണ്. വലിയ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി അതുപോലെ സ്പെഷ്യൽ ഗോതമ്പും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം നാളെ പ്രഖ്യാപിക്കുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യക്കിറ്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 10-ാം തീയതി മുതൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കട വഴി വിതരണം ചെയ്യും. 25-ാം തീയതി വരെയാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കട വഴി വാങ്ങാൻ കഴിയുക. ഇതുകൂടാതെ സപ്ലൈകോയിലൂടെ നിരവധി സഹായങ്ങൾ റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8-ാം തീയതി മുതൽ ഓണം ഫെയറുകളും ഓണച്ചന്തകളും ആരംഭിക്കും. 4 ഭക്ഷ്യക്കിറ്റുകളാണ് ഫെയറുകളിലൂടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വാങ്ങാൻ കഴിയുന്ന രൂപത്തിലാണ് കിറ്റുകൾ ഒരുക്കിയിട്ടുള്ളത്. 299 രൂപയുടെ ഒരു കിറ്റുണ്ട്, അതുപോലെ 1000 രൂപയുടെ കിറ്റുണ്ട്, 1500 രൂപയുടെ കിറ്റുണ്ട്, 2000 രൂപയുടെ കിറ്റുണ്ട്. 2000 രൂപയുടെ കിറ്റിൽ 2540 രൂപയുടെ, അതായത് 540 രൂപയുടെ സാധനങ്ങൾ കിറ്റിലുണ്ടാകും. 30 ഇനങ്ങളാണ് അതിലുണ്ടാകുക. 9 ഇനങ്ങളാണ് 299 രൂപയുടെ കിറ്റിലുണ്ടാകുക. 374 രൂപ 50 പൈസയുടെ സാധനങ്ങൾ ഉണ്ടാകും. 1000 രൂപയുടെ കിറ്റിൽ 1280 രൂപയുടെ 21 ഇനം സാധനങ്ങളും 1500 രൂപയുടെ കിറ്റിൽ 1880 രൂപയുടെ വില വരുന്ന 25 ഇനം സാധനങ്ങളും കിറ്റിലുണ്ടാകും. സൗജന്യ ഭക്ഷ്യക്കിറ്റിൽ തുണിസഞ്ചി അടക്കം 16 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെളിച്ചെണ്ണയും പഞ്ചസാരയും അടക്കമാണ് കിറ്റിലുള്ള സാധനങ്ങൾ. സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന വില കൊടുത്ത കിറ്റിൽ അരിയുണ്ട്, പഞ്ചസാരയുണ്ട്, പായസക്കൂട്ടുണ്ട്. ഓണസദ്യ ഒരുക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും 1000 മുതൽ 2000 രൂപ വരെ വില വരുന്ന കിറ്റുകളിൽ ഉണ്ടാകും. 299 രൂപ വില വരുന്ന കിറ്റിൽ വിവിധ തരം മസാലപ്പൊടികളാണ് ഉള്ളത്. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഓണം ആനുകൂല്യം, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഉത്സവ ഭത്ത, ഓണം ബോണസ്, ഇവയ്ക്കു പുറമെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നേരത്തെ പെൻഷൻ വിതരണം ചെയ്യും. 25-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന തരത്തിലായിരിക്കും വിതരണം. 2 മാസത്തെ 4000 രൂപ ലഭിക്കാനാണ് സാധ്യത. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 2 മാസത്തെ 3200 ലഭിക്കും എന്നുള്ളതാണ് വിവരം. ജൂലൈ മാസത്തിൽ 1 മാസത്തെ ഗഡു ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് 2000 രൂപ പെൻഷൻ ആയിട്ടില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഇപ്പോഴും 1600. ജൂലൈ റേഷൻ വാങ്ങാത്തവർ നാളെ തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഓഗസ്റ്റ് 1 മുതൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. CKYC 2.0 വരികയാണ്. മറ്റു മാറ്റങ്ങളും ഉണ്ട്. മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന് പിഴ ഈടാക്കിയ സംഭവം, സ്ത്രീകൾക്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ഇൻഷുറൻസ് തുടങ്ങിയ അറിയിപ്പുകളും ഉണ്ട്.
വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇതിൽ ആദ്യത്തെ അറിയിപ്പ് CKYC 2.0 തന്നെയാണ്. രാജ്യത്തെ സാമ്പത്തിക രംഗത്തും ബാങ്കിംഗ് സേവനങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന CKYC 2.0 അഥവാ സെൻട്രൽ നോ യുവർ കസ്റ്റമർ ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുകയാണ്. പുതിയ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുന്നതിനും ഓരോ സ്ഥാപനത്തിലും വ്യക്തിഗത രേഖകൾ നൽകുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളുമാണ് ഇത് നടപ്പിലാക്കുക. തുടർന്ന് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും മ്യൂച്വൽ ഫണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും വർഷാവസാനത്തോടെ ഇതിന്റെ ഭാഗമാകും. നിലവിൽ ഏകീകൃത രജിസ്ട്രിയിൽ 120 കോടിയോളം ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ലഭ്യമാണ് എങ്കിലും വിവരങ്ങളിലെ അപൂർണതയും ആവർത്തനവും കാരണം ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല. പുതിയ CKYC 2.0 ക്രമീകരണത്തിൽ വിവരങ്ങളുടെ കൃത്യത വ്യക്തമാക്കുന്ന കോൺഫിഡൻസ് സ്കോർ ഉൾപ്പെടുത്തും. ഒറ്റത്തവണ പാസ്വേഡ് അഥവാ OTP വഴി ഉപഭോക്താവിന്റെ സമ്മതം ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും കേന്ദ്രീകൃത രജിസ്ട്രിയിൽ നിന്നും സ്ഥാപനങ്ങൾ തട്ടിപ്പുകൾ തടയുന്നതിനും നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ രീതി സഹായിക്കും. സിംഗപ്പൂർ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഏകീകൃത ഡിജിറ്റൽ ഐഡന്റിറ്റി മാതൃകയിലാണ് ഇന്ത്യയിലും ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്ത് സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കൂടുതൽ ആളുകളെ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങളിലേക്ക് ആകർഷിക്കാനും പുതിയ മാറ്റം ഉപകരിക്കും. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് 31 വരെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയത് 7000 കോടി രൂപ. കൂടുതൽ തുക ഈടാക്കിയത് സ്വകാര്യ ബാങ്കുകളാണ്. സേവിങ്സ്, കറന്റ് അക്കൗണ്ടുകളിൽ മിനിമം ശരാശരി ബാലൻസ് നിലനിർത്താത്തവരിൽ നിന്നാണ് വൻ പിഴ ഈടാക്കിയിരിക്കുന്നത്. സ്വകാര്യ ബാങ്കുകൾ ആകെ ഈടാക്കിയിരിക്കുന്നത് 4948.71 കോടി രൂപയാണ്. ഇതിൽ HDFC ബാങ്ക് മാത്രം 1798.14 കോടി രൂപയും വാങ്ങിയിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് 1081.33 കോടി രൂപയും പിഴയായി ഈടാക്കിയിട്ടുണ്ട്. 19 സ്വകാര്യ ബാങ്കുകളിലെ മൊത്തം തുകയുടെ 58% HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നീ ബാങ്കുകളാണ് ഈടാക്കിയിരിക്കുന്നത്. 2137.92 കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾ മൊത്തം പിഴയായി ഈടാക്കിയിട്ടുള്ളത്. എന്നാൽ പിഴ ബാധകമല്ലാത്ത അക്കൗണ്ടുകളുണ്ട്. എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും ഇത്തരം പിഴ ബാധകമല്ല. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ബേസിക് സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളവർക്കും പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് ഉള്ളവർക്കും പിഴ ഈടാക്കില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.